ഇറാൻ ഇസ്രയേൽ പോരാട്ടം കനക്കുകയാണ്. ഇന്ത്യയുടെ ഇറക്കുമതി മേഖലയെ മാത്രമല്ല എണ്ണ വിലയും ഉയരാനാണ് സാധ്യത. ആക്രമണവും പ്രത്യാക്രമണവും ശക്തി പ്രാപിച്ചാൽ ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാകുക ഇന്ത്യക്കായിരിക്കും. ക്രൂഡ് ഓയിൽ, സ്വർണം എന്നിവയുടെ വില ഉയരാനും സാധ്യതയേറി. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയും ഏകദേശം നിലച്ച മട്ടിലാണ്. ഏലം ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് കേരളത്തിൽ നിന്നും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലുള്ള രാജ്യങ്ങളെയാണ് കാര്യമായി ബാധിക്കുക. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ പ്രധാന പാത കൂടിയാണ് ഹോർമൂസ്. പ്രതിദിനം ഇന്ത്യയിൽ ഉപയോഗിക്കാവുന്ന എണ്ണയിലധികവും ഹോർമൂസ് വഴിയാണ് എത്തുന്നത്. ഹോർമൂസ് പാത അടച്ചു കഴിഞ്ഞാൽ 15 മുതൽ 25 ദിവസങ്ങൾ വരെ ചുറ്റി സഞ്ചരിച്ചു വേണം ഇന്ത്യയിൽ എണ്ണ എത്തിക്കാൻ. ഇത് ഇന്ത്യയിൽ വിലവർധനയ്ക്ക് വഴിവെക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏലവും ബസുമതി അരിയുമാണ് കൂടുതലായി ഇറാനിലേക്ക് കയറ്റി അയക്കുന്നത്. കയറ്റുമതി ലംഘിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിക്കും വഴിവെക്കാനിടയുണ്ട്. ഇതിനെല്ലാം ഉപരിയായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവർ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.